ഒരു സിമ്പിൾ ചിക്കൻ മധൂത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ. ഫസ്റ്റ് നമുക്ക് സ്പൈസസ് റെഡിയാക്കാം. അതിനു വേണ്ടി മല്ലി, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, പൂവ്, ബേ ലീഫ്, നല്ല ജീരകം, പെരുംജീരകം എല്ലാം ചൂടാക്കി എടുക്കാം. മധൂത്തിൻ്റെ മെയിൻ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാല ഹാഫ് ചിക്കനിലോട്ടും ഹാഫ് റൈസിലോട്ടും ഉള്ളതാണ്. ശേഷം പകുതി അളവിലുള്ള മസാല ചിക്കനിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 3 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് സുറുക്ക ചേർത്ത് നമുക്ക് ചിക്കൻ റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് നോക്കാം. അതിനായി ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള, പിന്നെ ഒരു 6 പച്ചമുളകും, ഒരു മീഡിയം സൈസിലുള്ള 5 ടൊമാറ്റോയും, ഒരു കൈപ്പിടി അളവിൽ ഗാർലിക്കുമാണ് എടുത്തിട്ടുള്ളത്. ഉരുളി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് അരച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. മിക്സ് ഒരു 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. 2 മീഡിയം സൈസുള്ള ക്യാപ്സിക്കൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു 4 പച്ചമുളകും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി ഇളക്കി സെറ്റായതിനു ശേഷം അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ്സോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാല നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇട്ട ചിക്കൻ കുറച്ച് വലിയ വലിയ പീസാണ്. അപ്പോൾ 2 സൈഡും നല്ല രീതിക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ നന്നായി വേവിച്ചെടുക്കണം. ഇനി ചിക്കൻ അവിടെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനു വേണ്ടി ബസ്മതി റൈസ് 2 kg ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം. കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു 20 മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. എന്നാലാണ് റൈസ് വെന്ത് കിട്ടുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഏകദേശം 1 കപ്പ് റൈസിന് 2 കപ്പ് വാട്ടർ എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. 2 ഡ്രൈ ലെമൺ, ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാഗി ക്യൂബ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിൽ 3/4 ഗ്ലാസ് ഓഫ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ കഴുകി വെച്ച അരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അരി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ റൈസ് ഒരുപാട് ഇളക്കി ചോറ് പൊടിയാതെ നോക്കണം. ഇനി നമുക്ക് ദമ്മിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ദമ്മിനുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിനടിയിൽ ചിക്കൻ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. മേലെ റൈസ് ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാലൻസ് വന്ന മസാല നമുക്ക് ചോറിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദമ്മ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ മധൂത്തിൻ്റെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. സോ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക.